സഭയോട് അവഹേളനമോ എന്നാണ് ചോദ്യം. ആന്റോ ഗാസ്ട്രോ. ഒരു രാജ്യത്തെ ഭരണം വലിയ ഭൂരിപക്ഷമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. കാരണം അതിനോട് ബഹുമാനമില്ലാത്തൊരു സംവിധാനം വന്നാൽ മതി, അത് തന്നെ തകർന്നോളും എന്നുള്ള നിലയ്ക്കാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ രീതിയിൽ ഇപ്പോൾ ഈ CJP സമരമല്ലാതെ വലിയ പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും BJPക്കെതിരെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്, അല്ലേ? എന്താണ് അതിന് കാരണം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർ അതിനെ അങ്ങ് നിയമമാക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന അഴിമതിയാണല്ലോ. ഒരു സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുന്ന അഴിമതിയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ്, കള്ളപ്പണം, അങ്ങനെയുള്ള സംവിധാനമൊക്കെ ആയിരിക്കുമല്ലോ സർക്കാരിന്. അതിനെ ആദ്യം അങ്ങ് നിയമമാക്കും. നിയമമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ നിയമപരമായ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയും, 741 കോടി രൂപയാണ് ടാറ്റ വാങ്ങിയത്, ടാറ്റൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. എന്നിട്ട് 2000 കോടി രൂപയുടെ ഈ പറയുന്ന സെമി കണ്ടക്ടറുടെ പ്രൊജക്റ്റ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവരതിനു വേണ്ടി പറയുന്നത് എന്താ അറിയുമോ? അതിന് പറയുന്നത് നമ്മുടെ എന്താണ് പിന്നെ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടാണ് നിയമമായി. കാരണം 750 കോടി രൂപ വാങ്ങുന്നു, ഒരു പ്രൊജക്റ്റ് അങ്ങ് എടുക്കുന്നു, ഹൈവേക്ക് നടത്താൻ വേണ്ടിയിട്ട് കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്നു, ഹൈവേയുടെ പ്രൊജക്റ്റ് കൊടുക്കുന്നു എന്നാണ്. നിയമപരമായിട്ട് എന്താണ്, നിയമപരമായിട്ട് കൈക്കൂലി വാങ്ങുകയാണ്. നിയമപരമായിട്ട് കൈക്കൂലി വാങ്ങുന്ന രീതിയിലേക്ക് ഈ സംവിധാനം മാറി എന്നുള്ളതാണ്. ഇപ്പം മക്കൾക്ക് പണം വേണം, അപ്പം നേതാക്കന്മാരുടെ മക്കൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ അതിനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള പെട്രോൾ മുഴുവൻ E20 പെട്രോൾ അടിച്ചാൽ മതി എന്നങ്ങ് പറയുകയാണ്, നിയമമാക്കാണ്. അതോടുകൂടി കാരണം അത് ആ മക്കളുടെ കമ്പനിയിൽ നിന്നാണ് ഈ സംവിധാനം വരുന്നത്. എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ടൊന്നും പറയും. ഇപ്പം ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഒരു ബില്ല് പാസ്സായി. ബില്ലിൻ്റെ പേരെന്താണ് എന്ന് പറയുന്നത്, അതിൻ്റെ പേരെന്ന് പറയുന്നത് ടാക്സേഷൻ ആൻഡ് ഓതർ ലോസ് അമെൻമെൻറ്റ് UPA അമെൻമെൻറ്റ് ബില്ലാണ്. 345 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം UPAയിൽ കൂടെ ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഈ 345 ലക്ഷം കോടി രൂപയിൽ നിന്നും കമ്മീഷൻ അടിക്കാനുള്ള ഒരു സാധനമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇനി ഒരു കടയിൽ ചെന്ന് ചായ കുടിച്ച് UPA പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്താൽ അതിൻ്റെ കമ്മീഷൻ മറ്റൊരാൾക്ക് കിട്ടും. ആ കമ്മീഷൻ കൂടെ കൂട്ടി നമ്മുടെ അടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലങ്ങ് പാസ്സായി. കേരളത്തിൽ, ഇന്ത്യയിൽ ചർച്ചയായോ? കാരണം ഇന്ത്യയിലെ എത്ര കോടിക്കണക്കിന് ചെയ്ത് 50 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. 50 കോടി ജനങ്ങളാണ് ഈ പറഞ്ഞ UPA ഉപയോഗിക്കുന്നത്. അത്രയും വലിയൊരു ബില്ല് ഇന്ത്യയിൽ ചർച്ചയായോ? ഇങ്ങനെ ഒരു ബില്ല് പാസ്സായ കാര്യം എന്ന് പറയുന്നത് ഇനി ഓരോരുത്തരുടെയും പോക്കറ്റിൽ. ഇപ്പോൾ 50 കോടി ജനങ്ങൾ UPA ഉപയോഗിക്കുമ്പോൾ അവൻ കമ്മീഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം കൊടുത്താലും അത്രയും പ്രാവശ്യം കൊടുക്കണം എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ബില്ലുകൾ പണ്ടൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷം പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, സമരം നടത്തി അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തി അല്ലെങ്കിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അവരുമായിട്ടൊരു ചർച്ച നടത്തി ആ ചർച്ചയുടെ ഭാഗമായ ബില്ല് സമീപിക്കുന്നത്. കാരണം അവിടെ ഒരു പരസ്പര ഡിസ്കഷൻ ബില്ല് നടക്കുമ്പോൾ വേണം എന്നുള്ളതോട് അതൊരു ഡിസ്കഷൻ നടത്തി അത് സഭാ അധ്യക്ഷൻ യോഗം ചേർന്ന് അവിടെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമൊക്കെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ പറയുന്ന സഭ നടന്നിട്ടുള്ളത്. ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ പോകുന്ന പോക്കിൽ ഒരു 10 ബില്ല് പാസ്സാക്കും, 10 ബില്ല് എത്ര ബില്ലാ സമയമുണ്ടോ അതിനുള്ളിൽ പാസ്സാക്കും എന്നുള്ള നിലയ്ക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെൻറ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രി ആ പാർലമെൻറ്റിനോട് എന്ത് ബഹുമാനമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ എല്ലാ കാലത്തും എന്താണ് പോലീസിൻ്റെ ചാർജ് ആർക്കാണ്? ആഭ്യന്തരമന്ത്രിക്കാണ്. ഡൽഹി പോലീസിൻ്റെ ചാർജ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ്. അമിത്ഷായാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തിന് പെല്ലത്തോക്ക് ഉപയോഗിച്ചു, എന്തിന് AK-47 ഉപയോഗിച്ചു, എന്തിന് നിങ്ങൾ അവരെ തല്ലിച്ചതച്ചു, എന്ത് കാരണം കൊണ്ടാണ്? ഈ കാരണത്തിനൊക്കെ അമിത്ഷാ മറുപടി പറയണം. അമിത്ഷാനെ കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് വന്ന് പറയുക? അപ്പം എന്തിന് തല്ലി എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. തല്ലിയാൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പറയും. തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. മോഹൻ മുഹമ്മദ് എന്താ പറയുന്നത്, RSS അതിന് മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിനെക്കുറിച്ചിട്ട് അവർ BJPൻ്റെ അടുത്ത് ഇതില്ല. മുഹമ്മദ് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അനുസരണയുള്ള കാലമായിരുന്നു, ഇപ്പോഴത്തെ തലമുറ എന്ന ചോദ്യം ചോദിക്കുന്നു, നാം അതിൻ്റെ കാരണവും യുക്തിയും വിശദീകരിക്കണം, അവരോട് സ്നേഹമായി ഇടപെടുകയും സമയം ചെലവഴിക്കുകയും ആശയവിനിമയം നടത്തണമെന്ന് ആര് പറയാണ്? മോഹൻ ഭഗവത് പറയുകയാണ്. അപ്പോൾ ഈ അഭിജിത്ത് DK CJPൻ്റെ അധ്യക്ഷൻ പറഞ്ഞാൽ എന്താ അറിയോ, ഇതെങ്ങനെയും ഒന്ന് നരേന്ദ്രമോദിൻ്റെ അമിത്ഷാൻ്റെ അടുത്ത് എത്തിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെയും നരേന്ദ്രമോദിയുടെ അമിത്ഷാൻ്റെ അടുത്ത് എത്തിക്കൂ എന്നുള്ളതാണ്. അപ്പം ഇതിനും കൂടെ മറുപടി പറയേണ്ടി വരും ഇപ്പോൾ അമിത്ഷായും മോഡിയും പാർലമെൻറ്റിൽ വന്നാൽ എന്നുള്ളതാണ്. അപ്പം നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അയോധ്യ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് വന്ന് പറയുക? ഈ പറയാനൊരു കാരണം വേണ്ടേ? അതുകൊണ്ടാണ് കിരൺ റിജിജു പറയുന്നത്, ഞങ്ങൾ വന്ന് പറയും, നിങ്ങളൊന്നും മിണ്ടരുത്, നിങ്ങളൊക്കെ ശ്രദ്ധയോട് കേട്ടിരിക്കണം, എന്നിട്ട് ഞാൻ പോവും. മനസ്സിലായോ? അപ്പോൾ എന്താണ്, എൻ്റെ കാര്യങ്ങൾ ലോകത്തിന് അറിയാം എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ട്, ഇനി അമിത്ഷായും നരേന്ദ്രമോദിയും എന്തായാലും പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പാർലമെൻറ്റിൽ വന്ന് ചർച്ച ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് വീണ്ടും ഇന്ത്യയിൽ ചർച്ചയാവും. മനസ്സിലായോ? CJP അതിനെതിരെ പോസ്റ്റ് ഇടും, CJP അതിനെതിരെ കാരണം അവരെ തള്ളിപ്പറയാതെ
ഈ പറയുന്ന അടിച്ചതിനും പിന്നെ വെടിവെച്ചതിനും പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചതിനും ഒന്നും മറുപടിയില്ല. അവരെ തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. തള്ളി പറഞ്ഞുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്, ഈ പറയുന്ന എന്തുകൊണ്ട് പ്രധാൻ രാജിവെച്ചു എന്ന് മറുപടി പറയേണ്ടിയില്ലേ? അങ്ങനെ തള്ളി പറഞ്ഞാൽ എന്തുകൊണ്ട് പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് പറയേണ്ടി വരും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്ന് ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കും? അതുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് മാത്രം. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നും ആൾക്കാർ വരികയോ സംസാരിക്കുകയോ ചെയ്യില്ല, പത്രസമ്മേളനം നടത്തില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞാൻ എല്ലാ കാലത്തും ശ്രദ്ധിക്കുന്നത് ഈ 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ ഭ്രമത്തിൽ ഇനി ഇപ്പം നമ്മൾ തന്നെയാണ് എന്നങ്ങ് തീരുമാനിക്കും. ഇനി വേറെ ആരുമില്ല, ഇനി നമ്മൾ തന്നെയാണ് എന്നങ്ങ് തീരുമാനിച്ചു ഒരു ലൈനിലങ്ങ് പോകും. ജനങ്ങളും എന്താണ് പൊതുബോധം വേറെ ഒരു ലൈനിലും പോകും. അത് വന്ന് വീഴുന്നത് ഈ പറഞ്ഞ വലിയ അടീൻ്റെ വേലയായിരിക്കും. അതോടുകൂടി അത് അവസാനിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് RSSന് മനസ്സിലാകുന്നുണ്ട്, മോഹൻ ബാബുവിന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ജനസികളുമായി സംസാരിക്കണം, അവരോട് സമയം കണ്ടെത്താൻ പറ്റണം, അവരോട് ചർച്ച നടത്താൻ പറ്റണം. ഈ ചർച്ച ചെയ്യാന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് ഇൻസ്റ്റഗ്രാമിലേക്ക് മാറ്റി. കാരണം പുള്ളി അത് ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി, അത് സംസാരിക്കാൻ തുടങ്ങി, ഫേസ്ബുക്കുമായി കാര്യങ്ങൾ മാത്രം പറയുക. എന്നിട്ട് ബാക്കിയുള്ളവരും പറയും നിങ്ങളും കൂടെ ഇടും, ഞാൻ മാത്രം ഇട്ടാൽ പോരല്ലോ, ബാക്കിയുള്ള മന്ത്രിമാരും കൂടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടൂ എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കണ്ട രാഷ്ട്രീയമല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഭരണഘടന, കാരണം ലോകത്തെ എനിക്ക് തോന്നുന്നില്ല ഒരു ഭരണഘടന എടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും പാർലമെൻറ്റ് വരേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഒരു സമരം നടത്തുമ്പോൾ അതിന് ഒരു കയ്യിൽ ഭരണഘടന പിടിക്കേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരു സംവിധാനം രാജ്യത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായത്? ഒരാളിലേക്ക് എത്താണെങ്കിൽ ഒരാളിലേക്ക്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇപ്പം BJPയുടെ സ്റ്റൈൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇത്രയും നാൾ ലോകത്ത് ഇത് അമേരിക്കയിൽ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം ആ രാജ്യം അവിടെ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറുകളാണ് ഇത് മുഴുവൻ. അവിടെ വരെ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അവരുടെ അൽഗോരിതം അവർക്ക് തന്നെ തീരുമാനിക്കാം, ആ കമ്പനിക്ക് തീരുമാനിക്കാം. മനസ്സിലായി? അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, ഏത് വിഷ്വൽ കാണണം, എങ്ങനെ വിഷ്വൽ കാണണം എന്നുള്ളത് ആ കമ്പനിയോ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഉപഭോക്താവിനോ തീരുമാനിക്കാം. ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം എന്ത് സംഭവിച്ചു? മെറ്റയുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ് അൽഗോരിതം ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്താൽ പറ്റില്ല, അൽഗോരിതം എന്താണ്, അൽഗോരിതം പുതിയ ലെവലിലേക്ക് മാറ്റണം എന്ന് പറയുകയാണ്. കാരണം 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കമ്പനിയോട് അൽഗോരിതം ഇങ്ങനെ നടത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയാണ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, അവരും ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അൽഗോരിതത്തെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നാളെ രാവിലെ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ CJP ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആ CJP ഇടുന്ന ആളും അയാൾ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ, ലോകത്തൊരു മനുഷ്യൻ കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരാ കീവേഡ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരാ സമരം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു വലിയ സമരം നടത്തുന്ന സ്ഥലത്ത് ആ സമരത്തിനൊരു പേരിട്ടു, ഇപ്പോൾ CJP സമരം അല്ലെങ്കിൽ വേറൊരു സമരം എന്ന് പേരിട്ടു, ആ പേരെടുത്ത് മെറ്റയ്ക്ക് അയച്ചു കൊടുത്താൽ മതി. ഈ കീവേഡിലുള്ളൊരു സാധനം കത്തരുത് കേട്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ കാണാനുള്ള അവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീലുകളിലൊന്നും റിപ്പീറ്റായി ഈ സാധനം വരാതാവും. അതോടുകൂടി എന്താണ്, ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു വലിയ സംവിധാനം അങ്ങ് ഇല്ലാതാവും. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ജനസികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ജനസികൾ പ്രതികരിക്കുന്നത് റോഡുകളിലായിരിക്കും. ഇത്രയും നാളും ജനസികൾ പ്രതികരിച്ച എവിടെയാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് അങ്ങ് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ മണ്ടത്തരാണ്. കാരണം എന്താണ്, റോഡുകളിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളെയും ഈ പറയുന്ന സഭയെയും അവഹേളിക്കുന്ന രീതിയിൽ നിന്ന് BJPയും സർക്കാരും പിന്മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.